പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങൾക്കേറെ അനുഗ്രഹമായി മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുവാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഈ സമയം പല അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തമായ പല അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ സമയം കടന്നു പോകുന്നത്. സന്തോഷത്തോടെ ജീവിതത്തെ എതിരേൽക്കുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട്, വേദനപ്പെട്ട് കരയുന്നവരുണ്ട്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരുണ്ട്. വിവിധ ഇടങ്ങളിലുമായിരിക്കാം, ജോലിസ്ഥലത്തായിരിക്കാം, അടുക്കളയിലായിരിക്കാം, യാത്രയിലായിരിക്കാം, വെറുതെ ഇരിക്കുന്ന എവിടെയെങ്കിലും ആയിരിക്കാം. ഏതവസ്ഥയിൽ, ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരുന്നാലും നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ദൈവിക ആശ്വാസങ്ങൾക്കും ദൈവിക വിടുതലിനും ദൈവിക സമാധാനത്തിനും കാരണമാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇന്ന് നിങ്ങൾ ആ ദൈവിക വിടുതൽ അനുഭവിച്ചു. നാളെ ആ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞില്ല എങ്കിലും വരുന്ന നാളുകളിൽ ഓർത്തെടുത്ത് നിങ്ങൾ നിർബന്ധമായും പറയണം. അന്ന് പ്രൈസർ ഫാമിലിയിലൂടെ ഞാൻ ദൈവശബ്ദം കേട്ടു. ഞാൻ തളർന്നിരുന്നപ്പോൾ, ഞാൻ നിരാശ അനുഭവിച്ചപ്പോൾ, ഞാൻ വേദനപ്പെട്ടായിരുന്നപ്പോൾ, എല്ലാ പ്രതീക്ഷകളും എൻ്റെ മുൻപിൽ അസ്തമിച്ചു പോയപ്പോൾ, മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതിരുന്നപ്പോൾ, എന്നെ സഹായിക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പ്രൈസർ ഫാമിലിയിലൂടെ ഞാൻ കേട്ടു. എൻ്റെ ജീവിതം അന്ന് മാറി. അന്നു മുതൽ ദൈവിക വിടുതൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അന്നു മുതൽ ദൈവിക കരുതൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഓർത്തെടുത്ത് നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും വിലയേറിയ സമയമായി ഈ സമയം മാറണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. അതേ കഴിഞ്ഞ രാത്രിയിലും അவ்விധത്തിൽ പ്രാർത്ഥിച്ച് ദൈവസനയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നോട് പ്രാർത്ഥനാ മുറിക്കകത്ത് സംസാരിച്ചു. അതെ, ആ കാര്യം അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് അറിയിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആ വിടുതൽ നിങ്ങൾ അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിന് ഒപ്പം ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ദൂതനടിസ്ഥാനമായിരിക്കുന്ന വാക്യം ഇതാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സെരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവം ചിലരെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ പ്രിയ മാതാപിതാക്കളെ, ക്രിസ്തുവിൽ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്ത്, നിങ്ങളായിരിക്കുന്ന മനം തകർന്ന് നിരാശയോടെ, വേദനയോടെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരാൾ ഇന്ന് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ നീ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ല, നിന്റെ ആവശ്യം അതാണ്. ഒരു സഹായ ഹസ്തം നീട്ടപ്പെടണം. നിനക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കണം. പ്രവർത്തിക്കുവാൻ കഴിവുള്ള ചിലർ എഴുന്നേൽക്കണം. ആരെങ്കിലും എഴുന്നേറ്റാൽ പോരാ. ഇന്നലകളിൽ പലരും നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. ആ ഒരു ഹിസ്റ്ററി നിന്റെ പിൻപിലുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു ഹിസ്റ്ററി. നിന്നെ സഹായിക്കുമെന്ന് നീ കരുതി ചിലർ എഴുന്നേറ്റു. നീ സന്തോഷിച്ചു, ഇവൻ എന്നെ സഹായിക്കും, ഇവൾ എന്നെ സഹായിക്കും, ഇവരിലൂടെ ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. പക്ഷെ സംഭവിച്ചതെന്താണ്? സഹായം പ്രതീക്ഷിച്ച നിന്നെ കവർന്നു, നിന്റെ നന്മ കവർന്നു. അതെ, സഹായിക്കുമെന്ന് കരുതി സാമ്പത്തിക ഇടപാടുകൾ നടത്തി ചിലത് നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല. കയ്യിലുണ്ടായിരുന്നത് പോയി. സഹായിക്കുവാൻ എഴുന്നേറ്റവരെ, ലോകത്തിൽ നിന്ന് എഴുന്നേറ്റവരെ കാണാനേ ഇല്ല. ആമേൻ. പിന്നത്തേതിൽ നിനക്ക് മനസ്സിലായി അത് വെറും തട്ടിപ്പായിരുന്നു. ചിലർ എഴുന്നേറ്റു, നിന്നെ പറ്റിച്ചു. സഹായത്തിനായി കൈനീട്ടിയ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതും കൂടെ കൊണ്ടുപോയി. അவ்விധത്തിൽ വേദന അനുഭവിച്ചെന്നെ കേൾക്കുന്ന സഹോദരി, നിന്നോടാ ദൈവം ചിലരെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. എങ്ങനെയുള്ളവരെ?
നിങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെയുള്ളവരെ? ഇന്നലകളിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റവരെ പോലെയാണോ? ലോകത്തിൽ നിന്ന് എഴുന്നേറ്റവരെ പോലെയാണോ? ഞാൻ സഹായം പ്രതീക്ഷിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൂടെ അടിച്ചുകൊണ്ട് പോകുവാൻ അത് തന്നെ. അങ്ങനെയുള്ളവരെ ആണോ? അതൊരു വലിയ ദുരന്തമാണ് സഹോദരി. നിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച, സഹോദര, നിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം. സഹായിക്കുവാൻ ചിലർ എഴുന്നേറ്റ് വന്നു. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും എന്നുള്ളതുപോലെ ചെറിയ വഴക്കുകൾ, ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ, ചെറിയ ഇഷ്ടക്കേടുകൾ, അതൊക്കെ ഒരു രാത്രിക്കപ്പുറം നീണ്ടുപോകാതിരുന്ന സമയത്ത് ഇതുപോരാ, അങ്ങനെ തട്ടയും മുട്ടയും വേണ്ട എന്ന് പറഞ്ഞ് ചിലരെ സഹായത്തിനായി ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി. ആമേൻ. ഒരു രാത്രി കൊണ്ട് തീരേണ്ടതിനെ പല നാളുകൾ കൊണ്ട് തീരാതാക്കി മാറ്റി കടന്നു വന്നവർ തന്നെ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയ കാരണം നീ ആരിലാണ് പ്രതീക്ഷ വെച്ചത്? അതേ, ആ തകർച്ചകളെ പണിയുമെന്ന്, നിന്റെ ഭർത്താവിനെ നിന്നെ ചേർത്ത് നിർത്തുമെന്ന്, ആ കലഹങ്ങളും കലക്കങ്ങളും വലുതോ ചെറുതുമായ പ്രശ്നങ്ങളെ മാറ്റിത്തരുമെന്ന് ആരിലാണോ നീ പ്രതീക്ഷ വച്ചത്, ആർക്കാണോ കൈകൊടുത്ത് നീ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചത്, അവർ തന്നെ ഇന്ന് നിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നു. അതേ, നിന്റെ പരാജയം അത് തന്നെയാണ്. ചിലരെ നീ അന്ധമായി വിശ്വസിച്ചു. നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മുക്കിൽ ശ്വാസമുള്ള ആരെയും ഇനി വിശ്വസിക്കരുത്. ആമേൻ, സ്തോത്രം. അത് തന്നെ. വിശ്വാസമില്ലെങ്കിൽ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്ക്. ആരുടെയൊക്കെ മുഖത്തേക്ക്, ആരിലേക്കൊക്കെ നീ പ്രതീക്ഷയോടെ നോക്കിയോ? ആരൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ അവസ്ഥ മാറും, നിന്റെ സാഹചര്യം മാറും, നീ നന്നായിരിക്കും, നീ സന്തോഷമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചോ? അവരൊക്കെ പെട്ടെന്ന് നിന്നെ ദുഃഖിപ്പിച്ചു, നിരാശപ്പെടുത്തി, നിന്നിലുണ്ടായിരുന്നതും കവർന്ന് കടന്നുപോയി. ആമേൻ. എന്നാൽ വചനം പറയുന്നു, യഹോവയെങ്കിലേക്ക് നോക്കിയവർ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരു നാളും നീ ലജ്ജിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ നോക്കുവാനുള്ള ഒരേ ഒരുവൻ, നോക്കിക്കോ, ആ കർത്താവ് നീ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തേ ഇല്ല. ആമേൻ, സ്തോത്രം. നോക്കൂ, അപ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയൊരുവൻ. ചിന്തയ്ക്ക് വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരാളെ ഭക്തന് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നു. കൽപ്പിച്ചാക്കിയാൽ മാത്രം പോരാ, അവന് സഹായിക്കുവാനുള്ള കഴിവുണ്ടോ? അവർക്ക് സഹായിക്കുവാനുള്ള കഴിവുണ്ടോ? അല്ലാതെ ഉള്ളതുകൂടെ കൊണ്ടുപോകുവാൻ അങ്ങനെയുള്ളവരാണോ? ഇവിടെ അവിധത്തിലൊരു സംശയമുണ്ടായേക്കാം. ഭക്തനായ, കരുത്തനായ, ശ്രേഷ്ഠനായ പ്രവാചകൻ എലിയാവ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെരീത്ത് എന്ന തോട്ടിലായിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ നിങ്ങൾ താഴേക്ക് വായിച്ചു നോക്കുക. ആ കെരീത്ത് എന്ന തോട്ടിൽ ദേശം മുഴുവൻ ക്ഷാമത്തിലായിരിക്കുമ്പോഴും ദൈവം നീരുറവയെ തുറന്നു കൊടുത്തു. ആ കെരീത്ത് എന്ന തോട്ടിൻ്റെ കരയിൽ ദേശം മുഴുവൻ പട്ടിണിയായിരിക്കുമ്പോഴും ദൈവം കാക്കയെ അയച്ച് എലിയാവിന് ആഹാരം കൊടുത്തു. അങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്ന അനുഭവം. ആരാണ്? എലിയാവ്. പെട്ടെന്ന് ക്ഷാമത്തിൻ്റെ കാഠിന്യം ഭക്തനെയും ബാധിച്ചു. പലപ്പോഴും അങ്ങനെയാ. പ്രതിസന്ധികളിലൊക്കെ ദൈവം നിർത്തും, തളർന്നു പോകാതെ, വീണു പോകാതെ. കൊറോണ കാലത്ത് ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഞങ്ങളത് അറിഞ്ഞിട്ടുള്ളതാണ്. അവരുടെയൊക്കെ സാക്ഷ്യമാണ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. അതെ, ദൈവം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിർത്തും. എങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ആ നിലനിൽപ്പിന് മധ്യത്തിലും കടന്നു വന്നേക്കാം. തുറന്നിരുന്ന ഉറവ വറ്റിപ്പോയി, വന്നുകൊണ്ടിരുന്ന കാക്കയുടെ വരവ് നിലച്ചു. ഇനി എന്തു ചെയ്യും? അതുതന്നെയാണ് അവിടെയും സംഭവിച്ചത്. വരവ് നിലച്ചു സഹോദരി, അല്ലേ? വരവ് നിലച്ചു സഹോദര, വരവ് നിലച്ചു. ഇനി എന്തോരം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പിടിച്ചു നിൽക്കണമെങ്കിൽ വരവുണ്ടാകണം, വരുമാനം വേണം, മക്കളുടെ ഫീസ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, വീട്ടുകാര്യം നോക്കണം, മറ്റു പല 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 കാര്യങ്ങളാണ്. വരവില്ല. വരവ് നിലച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്. നിനക്ക് വേണ്ടി, നീ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി, നീ പട്ടിണിയായി തീരാതിരിക്കുവാൻ വേണ്ടി, നിനക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ചിലരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വേണ്ടി ആമേൻ, ദൈവം ചിലരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. വീണ്ടും സ്തോത്രം. ശ്രദ്ധിച്ചേ, അവർക്കതിനുള്ള പ്രാപ്തിയുണ്ടോ? ദൈവം ആരെയാണ് കൽപ്പിച്ചാക്കിയത്? വിധവയെ. ഒരു വിധവയെ. എലിയാവിന് വേണമെങ്കിൽ ചോദിക്കാം, ദൈവമേ, ഒരു വിധവയിലൂടെ ഞാൻ എങ്ങനെയാണ് അഹോവൃത്തി കഴിക്കേണ്ടത്? ഒരു വിധവയ്ക്ക്
എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുവാനായി കഴിയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ലോകപ്രകാരം പലതും എക്സ്പെക്റ്റ് ചെയ്യും, പലതും പ്രതീക്ഷിക്കും. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, ലോകപ്രകാരമുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അഥവാ പ്രതീക്ഷ പൂർത്തീകരിക്കുന്നിടത്ത് നിന്നല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും ഒത്തവണ്ണമുള്ള ആ വ്യക്തികളിലൂടെ അല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനായി പോകുന്നത്. എലിയാവിൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നുപോയി. എലിയാവ് വിചാരിച്ച് കാണും, രാജാവിൻ്റെ കൊട്ടാരമായിരിക്കും അടുത്ത് എനിക്ക് വേണ്ടി ഒരുക്കുന്നത്. കാരണം ഞാൻ ഇത്ര ദിവസം തോട്ടിൻ്റെ കരയിലായിരുന്നുവല്ലോ, കാക്ക കൊണ്ടുതരുന്നത് ഭക്ഷിച്ചായിരുന്നുവല്ലോ. എലിയാവിൻ്റെ എക്സ്പെക്റ്റേഷൻ, നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അങ്ങനെ ആയിരിക്കും. പക്ഷേ ദൈവം നിന്റെ എക്സ്പെക്റ്റേഷൻ അപ്പുറം നിൽക്കുന്നവനാണ്. ആമേൻ, സ്തോത്രം. നിന്നെ പോറ്റി പുലർത്താൻ, നീ അവിടെ പട്ടുപോകാതിരിക്കുവാൻ, നീ അവിടെ തകർന്നു പോകാതിരിക്കുവാൻ ഒരു വിധവ മതി. അതെ, ദൈവത്തിന് ഒരു വിധവ മതി. നിന്റെ പ്രതീക്ഷകളെ മാറ്റിവെക്ക്. ദൈവം പ്രാപ്തിയുള്ള ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. നിന്റെ അറിവ് വെച്ച്, നിന്റെ എക്സ്പീരിയൻസ് വെച്ച് നിനക്ക് അവരുടെ പ്രാപ്തി അളക്കുവാൻ കഴിയത്തില്ല. കേൾക്ക്, ദൈവം പ്രാപ്തിയുള്ള ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. സഹോദരി, നിന്റെ കുടുംബം ചിതറിപ്പോകാതിരിക്കുവാൻ, ചിലർ അകത്ത് കയറി ചിതറിച്ച് കളഞ്ഞ, നശിപ്പിച്ച നിന്റെ കുടുംബം വീണ്ടും ചേർന്ന് വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം പ്രാപ്തിയുള്ള, കാര്യപ്രാപ്തിയുള്ള ചിലരെ എഴുന്നേൽപ്പിക്കുക. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, സ്തോത്രം, ഞങ്ങളുടെ സാഹചര്യം, ഞങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് എന്തറിയാം ദൈവദാസനെ? നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി. അതേ, സ്തോത്രം, വിധവയ്ക്ക് എന്ത് പറ്റും? ആമേൻ. ഒരു വിധവ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്നതൊന്നും ഞങ്ങളിൽ ഒരുപക്ഷെ കാണത്തില്ല. എന്നാൽ കേൾക്ക്, നിങ്ങൾ ഞങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അർത്ഥം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നീ പുലർത്തപ്പെടുവാൻ, നീ നിലനിൽക്കുവാൻ, നീ തകർന്നു പോകാതിരിക്കുവാൻ. ആമേൻ. നീ തകർന്നു പോകാതിരിക്കുവാൻ ഇന്നലകളിൽ ഒത്തിരി പേർ ആ ദൈവിക ആശ്വാസങ്ങളും വിടുതലുകളും ഞങ്ങളിലൂടെ പ്രാപിച്ചുവെങ്കിൽ കേൾക്ക്, നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നവന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. നോക്കിയേ, വിധവയാണ്. എക്സ്പെക്റ്റേഷൻ എപ്പോഴും പ്രശ്നമാണ്. വിധവയാണ്. ദൈവം വിധവ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറലായ മിറക്കിൾ വിധവയുടെ പിന്നിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ രാമേൻ പറയും? സ്തോത്രം. അതെ, നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിച്ച് സൂപ്പർ നാച്ചുറലായ ഒരു അത്ഭുതത്തെ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിനക്കറിയാം, സാധാരണമായതൊന്നുകൊണ്ടും നിന്റെ ഇന്നത്തെ അവസ്ഥ മാറത്തില്ല. സാധാരണക്കാർ വിചാരിച്ചാൽ നിന്റെ ഇന്നത്തെ അവസ്ഥ മാറത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് വിളിച്ചു പറയട്ടെ, അസാധാരണരായ ചിലരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അസാധാരണമായ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ചില പ്രവർത്തികളോടെ. ആമേൻ. നീ ഇന്ന് ആ സൂപ്പർ നാച്ചുറലായ പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയവരിലൂടെ ആ തൊഴിലിടത്തിൽ അനുഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ രാജ്യത്ത് നീ ആ സൂപ്പർ നാച്ചുറലായിട്ടുള്ള പ്രവൃത്തി അനുഭവിക്കുവാൻ പോകുക. നിന്റെ ജോലി സ്ഥലത്ത് നീ സൂപ്പർ നാച്ചുറലായ ആ പ്രവൃത്തി അനുഭവിക്കുവാൻ പോകുക. സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത്, നീയും നിന്റെ ഭർത്താവുമായുള്ള നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ആ സൂപ്പർ നാച്ചുറലായ പ്രവൃത്തി ദൈവം കൽപ്പിച്ചാക്കിയവരിലൂടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. കോടതിക്കകത്ത് യേശുവിൻ നാമത്തിൽ കോടതിക്കകത്ത് ആ സൂപ്പർ നാച്ചുറലായ പ്രവൃത്തിയുമായി ഒരുത്തൻ എഴുന്നേൽക്കുവാൻ പോകും. ആമേൻ. ആ ബാങ്കിനകത്ത് നിന്നെ തളർത്തിക്കളഞ്ഞ, സ്തോത്രം, ആ ലോൺ പാസ്സാകാത്ത വിഷയം, സ്തോത്രം, നിന്റെ സകല പ്രതീക്ഷയും അവിടെയായിരുന്നു. പക്ഷേ സഹായിക്കേണ്ടവർ, കൈ നീട്ടേണ്ടവർ പലരും പലതവണ കൈ നീട്ടിയ കയ്യിൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർ പോയി, ഉള്ളതും കൊണ്ട് പോയി. നീ ഇപ്പോഴും, സ്തോത്രം, വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ആമേൻ. അവിടെ ചിലരെ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കാമോ? സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുക, ലോൺ പാസ്സാക്കുവാൻ. ആമേൻ. സ്തോത്രം. എങ്ങനെയുള്ള പ്രവൃത്തി? അതാണ്. ആമേൻ. സ്തോത്രം. വിധവയുടെ ഭവനത്തിനകത്ത് ഒരു കലവുമുണ്ട്, ഒരു തുരുത്തിയുണ്ട്, ഒരു ഭരണിയുണ്ട്. ആ കലത്തിലെ മാവ്, തുരുത്തിയിലെ എണ്ണ,
ഭരണിയിലെ എണ്ണ. ഒഴിഞ്ഞ ആ കലത്തിലും ഒഴിഞ്ഞ ആ ഭരണിയിലും ദൈവം ഏലിയാവിന് വേണ്ടിയുള്ള അത്ഭുതത്തെ മറച്ചു വച്ചു. ചില ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, നീ നോക്കി കാണാത്ത ചില സ്ഥലങ്ങളിൽ, നിനക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവർ കാണാത്ത ചില സ്ഥലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടിയുള്ള ഒരു മിറക്കിൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ചില ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, ചില ശൂന്യമായ സ്ഥലങ്ങളിൽ നീ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് പോകണ്ട, അവിടേക്ക് നോക്കണ്ട, അവിടെ ഒന്നുമില്ല. സ്തോത്രം. ദൈവം അവിടെ ഒരു മിറക്കിൾ നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ തലമുറകളുടെ ജീവിതം മാറുന്ന ഒരു മിറക്കിൾ. ആമേൻ. ആ രാജ്യത്ത് അവർ ചെന്നെത്തുന്ന, ഓ താങ്ക് യു ലോർഡ്, അവരുടെ ഭാവി മനോഹരമായി തീരുന്ന ഒരു മിറക്കിൾ എൻ്റെ ദൈവം ആ വേക്കൻറ്റ് സ്പേസിൽ, ആ ഒഴിഞ്ഞ സ്ഥാനത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്റെ ഒഴിഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ ദൈവം നിന്റെ തലമുറകളെ ചില സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടത് ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഒഴിഞ്ഞ സ്ഥാനത്ത്, ആ ഒഴിഞ്ഞ ഇടത്ത്, സ്തോത്രം, ദൈവം നിന്റെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ട ചിലത് കരുതി വച്ചിട്ടുണ്ട്. ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റവർ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ, അവരുടെ ജീവിതം കൂടെ മാറുവാൻ തക്കവണ്ണമുള്ളത് അവർ നിന്നോടൊപ്പം ചേർന്ന് വരുമ്പോൾ ചില ഒഴിഞ്ഞ സ്ഥാനങ്ങളിൽ ദൈവം കരുതും. നോക്കൂ, വിധവ സ്വതവേ ദുർബലയാണ്. ക്ഷാമത്തിൻ്റെ കഠിനത അവളും അനുഭവിക്കുകയാണ്. അവളുടെ ഭവനത്തിലാണ് ഒഴിഞ്ഞ കലം, ഒഴിഞ്ഞ ഭരണി. അവിടെയാണ് ദൈവം ഏലിയാവിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ഇതുവരെ നിനക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജോലിയില്ലാതെ നിന്റെ ഭർത്താവ് പിടിച്ചു നിന്നു. ഇതുവരെ നിനക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജോലിയില്ലാത്ത നിന്റെ ഭാര്യ, ജോലി നഷ്ടപ്പെട്ട ആ രാജ്യത്ത്, അവിടെ ജീവിക്കണമെങ്കിൽ രണ്ടുപേർക്കും ജോലി വേണം. സ്തോത്രം. നിങ്ങളുടെ അവസ്ഥ വെച്ച് രണ്ടുപേർക്കും ജോലി വേണം. പക്ഷെ ഒരാളിന് നഷ്ടപ്പെട്ടു, എങ്കിലും പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. നീയും നഷ്ടപ്പെട്ടവനായി മാറുന്നു, നീയും ഇല്ലാത്തവനായി മാറുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. നിന്റെ പങ്കാളി നിനക്ക് വേണ്ടി കരയുക. സ്തോത്രം. അവൻ്റെ സ്തോത്രം ശൂന്യമായ ചില അവസ്ഥകളിൽ നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓ സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് അഹോവൃത്തി കഴിക്കുവാൻ തക്കവണ്ണം നിലച്ചുപോയ ചില വരവുകളുടെ സ്ഥാനത്ത് ചിലത് നിറഞ്ഞു വരിക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പുതിയ വരുമാന മേഖലകൾ തുറന്നു വരിക. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം. ആമേൻ. സ്തോത്രം. സഹോദരി നിന്നോട് പറയുന്നത്, നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ആമേൻ. സ്തോത്രം. നീ അതേക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിന്റെ പങ്കാളിക്ക് കൂടെ ശക്തിയായി മാറും വിധത്തിൽ നീ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആമേൻ. സ്തോത്രം. ഏലിയാവ് മാത്രമല്ല, വിധവയും അഹോവൃത്തി കഴിച്ചു. ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും, നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് കർത്താവ് മാനിക്കും. ശുശ്രൂഷക, ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും, നിങ്ങളെ ഒരുമിച്ച് കർത്താവ് മാനിക്കും. ഒപ്പം നിൽക്കുവാൻ ആരും, ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തുവാൻ, വിശ്വസ്തയോടെ കാണുവാൻ ആരുമില്ല. അയ്യോ, എന്നാൽ കേൾക്ക്, ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്. എഴുന്നേൽപ്പിക്കുന്നവരുടെ പക്കലുള്ള ഒഴിഞ്ഞ കലത്തിലേക്ക് നോക്കിയിട്ട്, ഒഴിഞ്ഞ ഭരണിയിലേക്ക് നോക്കിയിട്ട് നിന്റെ എക്സ്പെക്ടേഷൻ ഫില്ലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ ഓടിപ്പോകരുത്. ദൈവം അവരെ എഴുന്നേൽപ്പിച്ചതുകൊണ്ട് നിന്നെ വളർത്തുവാൻ അവർ പ്രാപ്തരാണ്. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ആസ്തിയോ ബാക്ക്ഗ്രൗണ്ടോ ഞങ്ങളുടെ അക്കൗണ്ട് ബാലൻസോ നോക്കി നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഞങ്ങളും അഹോവൃത്തി കഴിക്കും വിധത്തിൽ ചില വേക്കൻ സ്പേസിൽ ദൈവം കരുതിയിട്ടുണ്ട്. ദൈവിക കരുതലുകളുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനുഭവിക്കുവാൻ പോയി. ഓ താങ്ക് യു ലോർഡ്. ചിലരെ എഴുന്നേൽപ്പിക്കും. ആ രാജ്യത്ത് നീ പെട്ട് നഷ്ടപ്പെട്ടവനായി തീരാതിരിക്കുവാൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും.
ചില നിയമത്തിൻ്റെ കുരുക്കുകൾക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ചിലരെ, പ്രാപ്തിയുള്ള ചിലരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ. നിന്റെ തലമുറകൾക്ക് വേണ്ടി അവിടെ പോയിട്ടും ഒന്നും ആകുവാൻ കഴിയാതെ ഉണ്ടായിരുന്ന ഉറവ പോലും വറ്റി, കാക്കയുടെ വരവ് നിലച്ചു, അഥവാ വരവ് നിലച്ച് ആയിരിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അതെ, അവസ്ഥ പരിതാപകരമാണ്, അവസ്ഥ കഷ്ടമാണ്, കഷ്ടം. ഇങ്ങനെ ഒരു നശിച്ച അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നുവല്ലോ, ഭാരമാണ്. അവസ്ഥയെ മാറ്റുവാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറകളുടെ ഭാവിയെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അഥവാ ദൈവം ചിലരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണോ? ഈ സമയം നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞതാണോ ഞങ്ങളുടെ ഭാഗ്യം? അല്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച ഏലിയാവിന് വേണ്ടിയാണ് ദൈവം ഒരു വിധവയെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളുമായി കൽപ്പിച്ചാക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ദൈവവചനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട്, ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഓ, നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, പ്രതിസന്ധികളേറിയിട്ടും പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നത് കൊണ്ട്, ആ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുവനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ആമേൻ. ആ കൽപ്പിച്ചാക്കിയവൻ വരിക പെണ്ണ് കാണാൻ വേണ്ടി. ആമേൻ. ഒരുങ്ങിക്കോ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ആ വിവാഹം നടക്കുക. ആമേൻ. ആ സ്തോത്രം. കുഞ്ഞിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയത് മാതാവേ നിന്റെ മകനെയാ. ആമേൻ. സ്തോത്രം. ആ ക്ഷാമവും ചില പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. റെഡി ആയിക്കോ. ഓ താങ്ക് യു ലോർഡ്. വിവാഹം നടക്കുവാൻ പോകുക. ആമേൻ. ദൈവം കൽപ്പിച്ചാക്കിയവരുടെ അടുക്കലേക്ക് ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുക. വേക്കൻറ്റ് സ്പേസ് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അവിടെ ഒരു മിറക്കിളുണ്ട്. ഓ താങ്ക് യു ലോർഡ്. ചില ഒഴിഞ്ഞ അനുഭവങ്ങൾ കണ്ട്, സ്തോത്രം, ചില ശൂന്യതകൾ കണ്ട്, അയ്യോ വിചാരിച്ചതുപോലെ വിടുതലില്ലല്ലോ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്, ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ഒരു ദിവസം ഉപവസിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ. ഭാരപ്പെടേണ്ട. ഒരു മിറക്കിൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, വചനധ്യാനം നിർത്തരുത്, ഉപവാസം നിർത്തരുത്. ആമേൻ. എത്രത്തോളം നിങ്ങൾക്ക് പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ ഇത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ഉപവസിക്കുക. വേക്കൻറ്റ് സ്പേസിൽ ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. ആ കരുതൽ നിങ്ങളുടേതായി മാറുവാൻ, നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്ന് ഓടിപ്പോകാതെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രതീക്ഷിക്കുന്ന ഒരു വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ ആയിരുന്നാലും ദൈവത്തിലൂടെ നിങ്ങൾക്കൊരു വിടുതൽ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് ഒരു ആത്മീയ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ സ്വാഗതം. പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഒരുമിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റുകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് പ്രൈസ് ഓഫ് ഫാമിലിയുടെ സായാഹ്ന കൂട്ടായ്മ. കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ടുവരിക.
ആ ചുറ്റുവട്ടങ്ങളിലുള്ളവരോട് അറിയിക്കുക. ഇതുവരെയും നിങ്ങളുടെ സഹകരണമാണ് ആ മീറ്റിംഗ് അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ ഇടയായത്. തുടർന്നും സഹകരിക്കുക, പ്രാർത്ഥിക്കുക, വലിയ അത്ഭുതങ്ങളെ കാണുക. കാക്ക വരാതിരിക്കുന്നത് കൊണ്ട്, ഉറവ വറ്റിപ്പോയതുകൊണ്ട് നിങ്ങൾ തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. വിധവയെ കൽപ്പിച്ചാക്കിയതുപോലെ പ്രൈസ് ഫാമിലിയെ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നു. കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, വരവ് നിലച്ചതിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഇനി മരണം മാത്രമെന്ന് ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്നവർ, യേശുവേ അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. ഇവർക്ക് വേണ്ടി ദൈവിക കരുതലുകൾ, ദൈവിക അത്ഭുതങ്ങൾ അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ശൂന്യ സ്ഥലങ്ങളിൽ അത്ഭുതം ഇവർ കാണട്ടെ അപ്പ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു യേശുവേ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ, യേശുപ്പാ, ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും, കണ്ണിലെ പ്രഷർ കൂടുന്ന അവസ്ഥ, സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നെർവസ് സിസ്റ്റത്തിലുള്ള രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ, ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്ക്. മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. യേശുവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പം നല്ല വഴികളെ അങ്ങ് തുറന്നു കൊടുക്കണമേ. കാത്തിരിപ്പുകൾ കരുതി ഉണ്ടാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് യേശുവേ ഇവർക്കങ്ങ് നൽകി മാനിക്കണമേ അപ്പം. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടങ്ങളിൽ ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. വിശാലതയും വർധനവും വെളിപ്പെടട്ടെ. ഇവരുടെ അധ്വാന ഫലത്തെ കവർന്നു വയ്ക്കുന്ന എല്ലാ പദ്ധതികളും തകർക്കപ്പെടട്ടെ. ഇവർക്ക് വേണ്ടി ചിലരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ, ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ, ലഭിക്കേണ്ട സപ്പോർട്ടുകൾ ലഭിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ജപ്തിയുടെ മധ്യത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബം, യേശു നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുക. ക്രിയേറ്റീവ് മിറക്കിൾ ദൈവം കൽപ്പിച്ചാക്കിയവരിലൂടെ ഇന്ന് സംഭവിക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ആ ഭവനങ്ങളിൽ അത് സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ, ഉപരിപഠന സാഹചര്യങ്ങളുടെ ഒരുക്കപ്പെടൽ, കരങ്ങളിൽ, മാതാപിതാക്കളുടെ കരങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മ സ്വർഗമങ്ങ് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നാട്ടെ. മോശം സ്വഭാവങ്ങൾ മാറിപ്പോകട്ടെ. ദുശീലങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ, സംശയരോഗങ്ങൾ, കലഹങ്ങൾ, കലക്കങ്ങൾ മാറിപ്പോകട്ടെ. ദൈവഹിതമല്ലാത്ത വ്യക്തികളെല്ലാം ഇവരിൽ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവം കൽപ്പിച്ചാക്കിയവർ ഇവർക്കൊപ്പം ചേർന്ന് വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. IELT, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ, എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഇവർ മുഖാന്തരം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങൾക്കകത്ത് ഇവർക്ക് സഹായികൾ എഴുന്നേൽക്കട്ടെ. സ്പോൺസർമാരുണ്ടാകട്ടെ. PR ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. താങ്ക് യു ലോർഡ്. യേശുവേ, ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൽപ്പിച്ചാക്കിയവരിലൂടെ ചില ശൂന്യ സ്ഥലങ്ങൾക്കകത്ത് അത്ഭുതത്തെ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴത്തെ നിലയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഞായറാഴ്ച വൈകുന്നേരങ്ങളിലെ 3 മണിയിലെ ആ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുക. കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നാളെ പകലും ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഒരുമിച്ചായിരുന്നത് കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമണി എന്ന പ്രതിദിന വചന സന്ദേശത്തോടും നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും, ദൈവം അനുവദിച്ചാൽ. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.